എന്താണ് ഈ അലൈനേഴ്സ്? സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആണല്ലേ ഈ അലൈനേഴ്സ്. ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര ഹൈപ്പ് കൊടുക്കാനായിട്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. കാലങ്ങളായിട്ട് നമ്മളെ പല്ലില് നിരയിലുണ്ടാകുന്ന വ്യത്യാസം, പല്ലിനിടയ്ക്ക് സ്പേസ് ഉണ്ടാവുക, പല്ല് മുന്നിലോട്ട് തള്ളി നിൽക്കുക, പല്ല് പിന്നിലോട്ട് കയറിയിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓർത്തോഡോണ്ട് ട്രീറ്റ്മെന്റ് ആണ്. അതായത് കുറച്ച് മെറ്റൽ ബ്രാക്കറ്റ്സും കുറച്ച് മെറ്റൽ വയേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ട്രീറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ കാലം മാറി കുറച്ചുകൂടെ മോഡേൺ ആയി. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ടെക്നിക്കാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അലൈനേഴ്സ് ചൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ ആ വയേഴ്സ് ഉണ്ടാക്കുന്ന അത്രയും ഡിസ്കംഫേർട്ട് ഈ പറയുന്ന അലൈനേഴ്സിലില്ല. അതുപോലെ തന്നെ റിമൂവബിൾ ആണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കിത് ഊരി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ അലൈനേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനാവും. അതുപോലെ തന്നെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആണ്. നമ്മൾ മെറ്റൽ വയറും മെറ്റൽ ബ്രാക്കറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചിരിക്കാനൊക്കെ കുറച്ച് മടിയായിരിക്കും. കാരണം ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ നമ്മളെ കോൺഫിഡൻസിനെ വല്ലാണ്ട് ബാധിക്കും. കമ്പിടുന്നവരുടെ പ്രധാന പ്രശ്നമാണ് വായിൽ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള, ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഈ അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ മാറ്റിയെടുക്കാം. കാരണം നമുക്ക് അലൈനേഴ്സ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ബ്രഷിങ് ചെയ്യാം, ഫ്ലോസിങ് ചെയ്യാം, മൗത്ത് വാഷ് ഉപയോഗിക്കാം. അലൈനേഴ്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ മെറ്റൽ ബ്രാക്കറ്റ്സിനെക്കാളും ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ നല്ല കുറവാണ്. സോ ബെറ്റർ റിസൾട്ട്സ് കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പലർക്കുള്ളൊരു സംശയമാണ്, ഈ ട്രീറ്റ്മെന്റ് നമ്മൾക്കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയാവുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലേ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന്, എത്ര നമ്പർ ഓഫ് ട്രേസ് വെയർ ചെയ്താലാണ് നമുക്ക് ഈ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. രണ്ട്, ഏത് ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഒന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ, ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് നമ്മൾ ഇൻട്രാവൽ സ്കാൻ കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിന് എത്ര നമ്പർ ഓഫ് ട്രേസ് വേണം, അല്ലെങ്കിൽ എത്ര മാസം എടുക്കുക ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ, എത്ര രൂപയോളം ചിലവാകും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു സ്കാനിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അറിയാനാവുന്നതാണ്. ഇനി ബ്രാൻഡിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇൻവിസലൈൻ അല്ലെങ്കിൽ ഡെൻകെയർ അലൈനേഴ്സ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നോക്കി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നോക്കി നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപയോളം ചിലവ് ഈ ഒരു പ്രൊസീജിയറിന് ആവുന്നില്ല. അതുകൊണ്ട് ഒരാൾക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് കണ്ടിട്ട് എനിക്കും ഇത്രയും ആവും എന്ന് ഒരിക്കലും തീരുമാനിക്കരുത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആഡ് കാണാറുണ്ട് അല്ലേ, വീട്ടിലിരുന്നുകൊണ്ട് സ്വയം അലൈനേഴ്സ് യൂസ് ചെയ്ത് പല്ലിനെ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ള ഇത്ര മാസത്തിനുള്ളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിനൊന്നും ഒരിക്കലും ചെന്ന് തല വെച്ച് കൊടുക്കരുത്. കാരണം ഒരു ഡെന്റിസ്റ്റിനെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിച്ച് അവരൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല നിങ്ങളൊരു ലാബിനെ കാണിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കമ്പനീസിനെ കാണിച്ചിട്ട് അവർ ട്രീറ്റ്മെന്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ ബെറ്റർ ചൂസ് വൈസ്ലി ആൻഡ് ഓൾവേസ് കീപ് സ്മൈലിംഗ്.